പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഇനി എന്തിനാണ് പോകുന്നത് എന്നുള്ളൊരു സംശയം നിലനിൽക്കുകയാണ്. പ്ലസ് ടുവിൽ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് അങ്ങനെ വ്യത്യസ്തങ്ങളായ പലതുമുണ്ട്. എന്നാണെങ്കിലും ഇത് കഴിഞ്ഞിട്ട് എന്താണ് വ്യക്തമായി പഠിക്കാൻ പോകുന്നതെന്നുള്ള ധാരണ എല്ലാ കുട്ടികൾക്കും വേണം. എനിക്ക് തോന്നുന്നു വെറും 10-20% കുട്ടികൾക്ക് മാത്രമാണ് അടുത്തത് എന്തിനു പോകണം എന്നുള്ളൊരു നിശ്ചയമുള്ളൂ. എല്ലാവരും കൂട്ടുകാരെന്തിനു പോകുന്നു അതിന്റെ പുറകെ പോവുകയാണ് സാധാരണയായി ചെയ്യുന്നത്. എന്താണെങ്കിലും ഏത് കോഴ്സ് എടുത്താലും നല്ല നല്ല ജോലികൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇല്ല എന്ന് പറയേണ്ടി വരും. എന്താണെങ്കിലും നല്ല ജോലികൾ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ കിട്ടാൻ നല്ല പാടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിരവധി വിദ്യാർത്ഥികൾ ഇപ്പോൾ പുറത്തോട്ട് കിടക്കുന്നത്. എന്താണെങ്കിലും സയൻസും ഹ്യൂമാനിറ്റീസും കൊമേഴ്സും ഒക്കെ എടുത്ത കുട്ടികൾ വരും കാലങ്ങളിൽ ഏത് കോഴ്സ് ചൂസ് ചെയ്യണം എന്നുള്ളതിന് വ്യക്തമായ ധാരണ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. സയൻസ് എടുത്ത എല്ലാ കുട്ടികളും തന്നെ എനിക്ക് തോന്നുന്നു മെഡിക്കൽ ഫീൽഡ് തിരഞ്ഞെടുക്കാനായിരിക്കും സാധ്യത കൂടുന്നത്. മെഡിക്കൽ ഫീൽഡ് തിരഞ്ഞെടുക്കുമ്പോൾ നഴ്സിംഗ്, ഡോക്ടർ, ഫാർമസി, ലാബ് അസിസ്റ്റൻസ് അങ്ങനെ നിരവധിയായ മറ്റ് ബ്രാഞ്ചുകളും ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതിലാണ് നൈപുണ്യം ഉള്ളതെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞതിന് ശേഷം മെഡിക്കൽ ഫീൽഡ് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. നന്നായി പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ പഠിക്കാൻ താല്പര്യമുള്ള, പഠിക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾ ഇത് ചൂസ് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഡോക്ടർ ആകാനുള്ള കുട്ടികളുടെ ആത്മാർത്ഥമായ പരിശ്രമം നമ്മളിപ്പോൾ കാണുന്നതുമാണ്. പാലാ ബ്രില്യന്റിൽ തന്നെ നിരവധി വിദ്യാർത്ഥികളാണ് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ വലിയ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു മത്സര പരീക്ഷയാണ് ഡോക്ടർ ആകാൻ വേണ്ടിയുള്ള ആദ്യത്തെ നീറ്റ് പരീക്ഷ. അതിൽ തന്നെ നമുക്ക് നല്ലൊരു സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത് പഠിച്ചവട്ടാൻ സാധിക്കുകയുള്ളൂ. എന്താണെങ്കിലും ഡോക്ടർ ആകാനും അതുപോലെ തന്നെ നഴ്സിംഗും ലാബ് അസിസ്റ്റൻസും അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിലേക്ക് നോക്കി വെച്ചിരിക്കുന്ന കുട്ടികൾ ഒരിക്കലും നിരാശരാവേണ്ട. നിങ്ങൾക്ക് നല്ല ജോലി സാധ്യതകൾ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഉണ്ട്. കേരളത്തിൽ മാത്രമല്ല വിദേശത്തും നല്ല ജോലി സാധ്യതകൾ ഉള്ള ഒരു ഫീൽഡ് തന്നെയാണ് മെഡിക്കൽ ഫീൽഡ്. അതിനുശേഷമുള്ളതാണ് എഞ്ചിനീയറിംഗ്. നിരവധി വിദ്യാർത്ഥികൾ ഇപ്പോൾ എഞ്ചിനീയറിംഗ് പോലുള്ളവ ഇഷ്ടപ്പെടുന്നുണ്ട്. എഞ്ചിനീയറിംഗ് പഠിക്കാൻ എല്ലാവരും ബിടെക് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിൽ നിരവധി ബിടെക് വിദ്യാർത്ഥികളുണ്ട്. ആവേശത്തിൽ ബിടെക്കിൽ ചെന്ന് പഠിക്കുകയും നിരവധി സപ്ലികൾ മേടിച്ച് ഇപ്പോൾ വീട്ടിലിരിക്കുന്ന നിരവധി ആളുകളുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം. എന്താണെങ്കിലും അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പഠിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ട്രീം പ്രത്യേകം സെലക്ട് ചെയ്യണം. കമ്പ്യൂട്ടർ സയൻസ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ് അങ്ങനെ വ്യത്യസ്തങ്ങളായ പല സ്ട്രീമിംഗ് ബിടെക്കിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതിലാണ് അഭിരുചി അത് മനസ്സിലാക്കി തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഏത് ഇഷ്ടപ്പെട്ടെടുത്താലും അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സബ്ജക്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. എന്താണെങ്കിലും അതും കൂടെ പഠിക്കാനുള്ള ഒരു മുൻകരുതലുമായിട്ട് വേണം നിങ്ങൾ അത് ചെല്ലാൻ. അടുത്തതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഡിഗ്രി. ഡിഗ്രിയിൽ ഇഷ്ടം പോലെ സബ്ജക്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. BSc സുവോളജി, BSc ബോട്ടണി, BSc കെമിസ്ട്രി, BSc ഫിസിക്സ്, BSc മാത്സ് അങ്ങനെ നിരവധിയായിട്ട് കിടക്കുകയാണ്. ഡിഗ്രി എടുക്കുന്നത് കൊണ്ട് എന്തുകൊണ്ടും നല്ലതാണ്. പക്ഷെ ഡിഗ്രി കഴിഞ്ഞിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും കൂടെ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ നല്ല ജോലിയൊന്നും കിട്ടാനുള്ള സാധ്യതയില്ല. ഈ ഒരു ഡിഗ്രി എടുക്കുന്ന എല്ലാവരും തന്നെ ടീച്ചറാകാനും അതുപോലെ തന്നെ വേറെ മറ്റ് പല ജോലികൾക്കും ഏർപ്പെടാൻ സാധിക്കും. എന്നാണെങ്കിലും ഡിഗ്രി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് തെരഞ്ഞെടുത്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. കൊമേഴ്സ് പഠിച്ചവർക്കും തീർച്ചയായിട്ടും നല്ല അവസരങ്ങൾ ഇപ്പോൾ ഉണ്ട്. പ്രൊഫഷണൽ വൈസ് ആയിട്ടുള്ള ഒരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ACCA, CMA, CA അത്തരത്തിലുള്ള പല കോഴ്സുകളും ഇപ്പോൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഇതെല്ലാം പഠിച്ചെടുക്കാൻ നല്ല പ്രയാസമുള്ള കോഴ്സുകളാണ്. പഠിക്കാൻ ഇഷ്ടമുള്ള കൊമേഴ്സ് എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും നല്ലൊരു ഓപ്ഷൻ ഇതായിരിക്കും. പഠനത്തിൽ വിജയിച്ച് നിങ്ങൾ നല്ലൊരു ജോലിയിൽ എത്തുകയാണെങ്കിൽ നമുക്ക് നല്ല സാലറി മേടിക്കാനുള്ള സാധ്യതയും ഇതിലുണ്ട്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഡിഗ്രി ആയിട്ട് BCom അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ സാധിക്കും. BCom പഠിച്ചു കഴിഞ്ഞാൽ മാത്രം ഒരു കാര്യം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുകയാണ്. BCom കഴിഞ്ഞ ശേഷം MCom, MBA പോലുള്ള മറ്റു കോഴ്സുകൾ എടുക്കുന്നതും എന്തുകൊണ്ട് നല്ലതായിരിക്കും. ഈ കോഴ്സുകളെല്ലാമാണ് എനിക്കറിയാവുന്ന കുറച്ച് നല്ല കാര്യങ്ങൾ. കൊമേഴ്സ് എടുത്തവരും അതുപോലെ തന്നെ സയൻസ് എടുത്തവരും ഈ സ്ട്രീമുകളെ പറ്റി നന്നായിട്ട് മനസ്സിലാക്കി അടുത്തത് പഠിക്കാൻ പോകുന്നതിന് മുമ്പേ പഠിക്കാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കി അവയെ പറ്റി പഠിക്കുന്നത് നല്ലതായിരിക്കും. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ബെറ്റർ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഹ്യൂമാനിറ്റീസുകാർക്ക് എന്തൊക്കെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ഭാവിയിൽ എന്തൊക്കെ പഠിക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി നമുക്ക് അടുത്ത വീഡിയോ ചർച്ച ചെയ്യാം.